ഈ ആടിനെ പട്ടിയാക്കുന്ന ഒരു ഷോ ആണോ ബിഗ് ബോസ്? ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കോൺസെപ്റ്റ്. അതിനാരും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലോകത്തെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയാണത്. റിയാലിറ്റി ഷോ ആണത്. മനുഷ്യൻ, നമ്മളിപ്പോൾ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാൻസ്, പാട്ട്, മറ്റത് മറിച്ചത്. ഇത് നമ്മളൊരു വ്യക്തി, ഇത് ശരിക്കും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പോകുന്നവരെ സംബന്ധിച്ചിട്ട് ബഹിരാകാശത്ത് പോകുന്ന പോലെ. കാരണം നമ്മളുടെ ജീവിതം ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്ന് പല പ്രതിസന്ധികളെ തരണം ചെയ്ത് നമുക്ക് മാനസിക കരുത്ത് കിട്ടുന്നൊരു ഷോയാണത്. കാരണം നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു മൊബൈലിൻ്റെ നെറ്റെങ്ങാൻ 15 മിനിറ്റ് പോയാൽ പ്രാന്ത് പിടിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ. നാളെ കണ്ട അരമണിക്കൂർ ജിയോ പെട്ടെന്ന് ബ്രേക്കായി 1 മണിക്കൂർ എങ്ങാണ്ട്. അവിടെ അപ്പോഴേക്കും വിളിയാണ്, ഇവ കിട്ടില്ല എന്താണ് മൊത്തത്തിൽ പ്രാന്തായ ആളുകൾക്ക് ഈ സാധനം പോയപ്പോഴേക്കും. അതാണ് നമ്മളുടെ അവസ്ഥ. മൊബൈലില്ലാണ്ട് നമുക്ക് പറ്റണില്ല. അങ്ങനെ മൊബൈലില്ലാണ്ട് 100 ദിവസം ലോകത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്ത് ചുറ്റും നടക്കുന്നു, വീട്ടിൽ വല്ല ആപത്ത് വന്നാൽ മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ആണെങ്കിൽ അത്രയും പ്രശ്നങ്ങളാണെങ്കിൽ മാത്രം അറിയുകയുള്ളൂ. വല്ല മരണമോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒന്നും അറിയില്ല. പിന്നെ ക്ലോക്കില്ല, സമയം അറിയില്ല, നമുക്ക് എത്ര മണിയായി എന്നറിയാൻ പറ്റില്ലെന്നേ. ഇതില്ല, ടി വി അത് പിന്നെ ഇല്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താ? നമുക്ക് മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയാൻ പറ്റും. അവിടെ ഇവിടെയൊക്കെ ക്യാമറ, ഇവിടെ കംപ്ലീറ്റ് ഫുൾ ടൈം മൈക്ക്. ഭയങ്കരമായിട്ടുള്ള ഒരു അതിജീവനമാണത്. ആ ഷോ നല്ലതാണ് ഒരു കണക്കിന്, ആ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട്. പക്ഷെ ആ ഷോയിൽ ചെല്ലുന്നവരാണ് ആ ഷോയ്ക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്നത്.